പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ കർഷക പ്രതിഷേധം. നെല്ലിന്റെ വില ആവശ്യപ്പെട്ടാണ് കർഷകർ സപ്ലൈകോ ഓഫീസിൽ കുത്തിയിരിക്കുന്നത്. ഇക്ബാൽ അരക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, എന്താണ് കർഷകർ ഉന്നയിക്കുന്ന ആരോപണം? മാധു, മാർച്ച് മാസത്തിൽ രണ്ടാം വിള നെല്ല് സപ്ലൈകോ കൊയ്ത് കൊണ്ടുപോയതാണ്. പക്ഷേ ഇതുവരെയും ₹1 പോലും പാലക്കാട്ടെ നെൽകർഷകർക്ക് സർക്കാരോ സപ്ലൈകോ നൽകിയിട്ടില്ല. പല മാസങ്ങളായി ഈ കർഷകരെല്ലാം ഈ തുകയ്ക്ക് വേണ്ടി പല ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. പക്ഷേ ഒരാൾ പോലും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ ഈ കർഷക ദിനത്തിലും പ്രതിഷേധിക്കേണ്ട ഒരു ഗതികളിലേക്ക് ഈ കർഷകരെ കൊണ്ടെത്തിച്ചത്. പാലക്കാട് ഏകദേശം 40,000-ഓളം നെൽകർഷകരുണ്ട്. ഇവരിൽ ഇപ്പോഴും 15,000-ഓളം ആളുകൾക്ക് ₹1 പോലും ഈ രണ്ടാം വിളയുടെ നെല്ലിൻ്റെ സംഭരണ തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിലും ഇപ്പോൾ സപ്ലൈകോയുടെ പാടി മാർക്കറ്റിംഗ് ഓഫീസറുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ നെൽകർഷകരെല്ലാം ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണ്. ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. ഇവരെല്ലാം പറയുന്നത് തങ്ങൾക്കും ഇത്തവണ ഓണം ആഘോഷിക്കണം സന്തോഷത്തോടു കൂടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ്. എല്ലാ കർഷക ദിനത്തിലും ഇതുപോലെ വന്നിട്ട് സമരം ചെയ്യുക. പക്ഷേ ഒരിക്കലും സർക്കാർ തങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട ഈ പണം നൽകാതെ പോവുകയാണ്. ഇത്തവണയും ഇനി ഈ ഓണം തങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി ആചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകും. തങ്ങൾക്ക് ആ പണം നൽകണം എന്നുള്ളതാണ്. ഏതായാലും ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് കർഷകർ ദുരിതത്തിലാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ പണി ചെയ്യേണ്ട ആളുകൾ പണി ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഉദ്യോഗസ്ഥർ സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ PRS മാർച്ച് മാസത്തിൽ അളന്ന നെല്ലിൻ്റെ PRS അവരടിച്ചു വരുന്നത് മറ്റേ ജൂൺ മാസം 2-ാം തീയതി 3-ാം തീയതി. അതിനുശേഷം സർക്കാർ ഒരു 150 കോടി രൂപ. സർക്കാരിനെ നമ്മൾ കുറ്റം പറയില്ല. സർക്കാരിനെ കൊണ്ടാകുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഇനി 150 കോടി കിട്ടിയാൽ പാലക്കാടിൻ്റെ പ്രശ്നം കഴിയും. ഇതിൽ ആ സഹകരണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുമ്പുണ്ടാക്കിയ സർക്കാരിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം കുറേ പൈസ തരുന്നുണ്ട്. അതിനും നമ്മൾ കുറ്റം പറയുന്നില്ല. സർക്കാരിന് ഞങ്ങൾ കുറ്റവും പറയില്ല. കാരണം ഇവർ ഈ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ എത്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഞങ്ങൾ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരെത്തിക്കാത്തതിന്റെ കുഴപ്പമാണ്. നിരന്തരം വന്ന് പരാതി പറയാറുണ്ട്. നിരന്തരം പരാതി പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് കർഷകർ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. സപ്ലൈകോ ഓഫീസിൽ, പാലക്കാട് സപ്ലൈകോ ഓഫീസിലാണ് അവർ പ്രതിഷേധവുമായി എത്തുന്നത്. ചെറുതായി പണം ലഭിച്ചു തുടങ്ങുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും കിട്ടേണ്ടതുണ്ട് എന്നതാണ് അവർ പറയുന്നത്.